عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബില്ലാഹ്. റെഡ് അലർട്ടുകളുടെ വാർത്തകളാണ് കേൾക്കുന്നത്. ജനങ്ങൾക്ക് ശക്തമായ നിർദ്ദേശങ്ങൾ, മഴയുടെ ആധിക്യം, വെള്ളം ധാരാളം സുലഭം. കഴിഞ്ഞ നാളുകളിൽ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു നാം. നമുക്ക് വിശുദ്ധ ഖുർആൻ്റെ ചില സൂചനകളിലേക്ക് പോകാം. ഒന്നിലധികം സ്ഥലങ്ങളിൽ ഖുർആൻ മഴ, വെള്ളം, ജലം ഒക്കെ പറയുന്നുണ്ട്. അതെ, وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون. ആകാശത്തു നിന്നുകൊണ്ട് മഴയെ വർഷിപ്പിച്ചു, ഒരു നിശ്ചിത അളവിൽ അതിനെ നാം ഭൂമിയിൽ നിക്ഷേപിച്ചു. അതിന് വേണ്ടെന്ന് വെക്കാനും നാം കഴിവുള്ളവരാണ്. فأنشأنا لكم به جنات من نخيل وأعناب لكم فيها فواكه كثيرة منها تأكلون. ഈ മഴ കാരണമായി ഈന്തപ്പനകൾ, മുന്തിരികൾ, അതുപോലെ പഴവർഗ്ഗങ്ങളെല്ലാം നാം സമ്പന്നമാക്കിയില്ലേ? അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഭക്ഷിക്കുകയല്ലേ? പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഭക്ഷ്യോൽപാദന പ്രക്രിയയിൽ വെള്ളത്തിൻ്റെ നിധാനം, അതിൻ്റെ അടിസ്ഥാനം ചെറുതല്ലല്ലോ. മനുഷ്യൻ്റെ നിലനിൽപ്പിന് ജലം മാറ്റിവെക്കാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ക്രിയവിക്രയങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ ജലാംശത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. യഥാർത്ഥത്തിൽ ജലത്തെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, മഴകളെക്കുറിച്ചൊക്കെ കണ്ടെത്തലുകളുമൊക്കെ ഇതൊരു അത്ഭുതകരമായ ഇലാഹി അനുഗ്രഹമാണ് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. വിശുദ്ധ ഖുർആൻ കാണാം, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പൊറുക്കലിനെ തേടണം. ഇന്നഹു കാന ഗഫാറ, അല്ലാഹു വല്ലാതെ പൊറുക്കുന്നവനാണ്. ഇങ്ങനെ ഇസ്തിഗ്ഫാർ വർദ്ധിക്കുകയാണെങ്കിൽ യുർസിലി സമാ അലൈക്കും മിദ്റാറ, ആകാശത്തിൽ നിന്നുള്ള ജലവർഷം അത് വളരെ വിശാലമായിരിക്കും. അല്ലാഹു നിങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളും തന്നുകൊണ്ട് സഹായിക്കും. തോട്ടങ്ങളൊക്കെ സജീവമാക്കി തരും, നദികളൊക്കെ ഉപയോഗപ്രദമായി തീരും. ഖുർആൻ്റെ മുന്നറിയിപ്പിൽ മഴ ലഭിക്കണമെങ്കിൽ, വെള്ളം ലഭിക്കണമെങ്കിൽ നാം പടച്ചവനോട് തേടുമ്പോൾ നമ്മുടെ മനസ്സുകൾ എവിടെ നിൽക്കുന്നു എന്നതുകൂടി നമുക്ക് പാഠമാകുന്നുണ്ട്. നാം സൂചിപ്പിച്ചല്ലോ, കഴിഞ്ഞ നാളുകളിൽ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ചരിത്രത്തിൽ വേറെ കാണാമല്ലോ, മഴയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടതും പിന്നെ മഴ കൂടുതലായപ്പോൾ നിൽക്കണമെന്ന മോഹം വന്നതുമൊക്കെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് പറഞ്ഞത്, ഹലക്കത്തിൽ മവാശി, ഇവിടെ മൃഗങ്ങളൊക്കെ വെള്ളം കിട്ടാതെ വിഷമിക്കുന്നു, പ്രവാചകരെയും മഴയ്ക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. അല്ലാഹുമ്മസ്കന. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രവാചക സന്നിധി വന്ന ആവശ്യം എന്താണ്? പഴയ ആവശ്യം വലുതാ, മഴയുടെ ലഭ്യത കൂടിയതുകൊണ്ട് ഇവിടെ മൃഗങ്ങൾക്കും വഴികൾക്കും ഒക്കെ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഫദഉല്ലാഹ യക്ഫിഹ, ഒന്ന് നിർത്തി കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴ നിർത്താനല്ല ദുആ ചെയ്തത്. ഫറഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദൈഹി യഖൂൽ അല്ലാഹുമ്മ ഹവാലിന വലാ അലൈന, പടച്ചവനെ ഈ മഴ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ മാറി വർഷിക്കട്ടെ, ഇവിടെ ഇപ്പോൾ ആവശ്യത്തിനായി എന്ന അർത്ഥത്തിൽ. ഇങ്ങനെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും പിന്നെ മഴ വന്നതും മഴ ധാരാളമായതുമൊക്കെ ചരിത്രത്തിൽ കാണുകയാണ്. മഴ കൂടുതലാകുമ്പോൾ നമ്മുടെ ആളുകളിൽ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്. പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ, ഹലാക്കിൻ്റെ മഴയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു ചിന്താക്കുറവിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ശാപത്തിൻ്റെ വാക്കുകൾ. അങ്ങനെ വരാൻ പാടുണ്ടോ? ഇല്ലല്ലോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴ കിട്ടുമ്പോഴൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. മഹലിയിൽ കാണാം, ദുആ സുന്നത്തുള്ള 4 സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ നുസൂലുൽ ഗൈസി, മഴ ഇറങ്ങുമ്പോഴും മഴ വർഷിക്കുമ്പോഴും അങ്ങനെ കാണാം. പ്രവാചക പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ സയ്യിബ്ന, പടച്ചവനെ നല്ല രീതിയിൽ ഉപകാരപ്രദമായ നാഫിയ, ആ രീതിയിൽ ഞങ്ങൾക്ക് മഴ വർഷിക്കണേ എന്ന് ഉള്ള പ്രാർത്ഥനയാണല്ലോ ഉള്ളത്. അതോടൊപ്പം അറിവില്ലായ്മയിൽ നിന്നാകാം, കാറ്റോ മഴയോ വരുമ്പോൾ
നാം എന്തെങ്കിലും ബഹളങ്ങൾ ഉണ്ടാക്കുന്നു, അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു. ചിലരൊക്കെ അബൂ ഹുറയിൽ നിന്നുള്ള നിവേദനമാണ്, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. സ്വഹാബി പറയാണ്, യഖൂൽ അർരീഹു മിൻ റൗഹില്ലാ, കാറ്റ് അള്ളാഹുവിൻ്റെ ഐമിൻ റഹ്മത്തി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. തഹ്തീബിർ റഹ്മ അനുഗ്രഹമായിട്ട് വരും, തഹ്തീബിൽ അദാബി ചിലപ്പോൾ അത് ശിക്ഷയുടെ സ്ഥാനത്തും വരും. ഫൈദാ റഅയ്തുമുഹ, കാറ്റിനെ നിങ്ങൾ കണ്ടാൽ ഫലാ തസുബ്ബുഹ, ഫലാ തസുബ്ബു, അതിനെ ചീത്ത പറയണ്ട. വസ്അലുല്ലാഹ ഖൈറഹ, അതിൽ നിന്നുള്ള ഖൈർ നിങ്ങൾ തേടുക. വസ്തഈനു ബില്ലാഹി മിൻ ശർരിഹ, അതിൽ നിന്ന് എന്തെങ്കിലും നാശം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ തേടുക. ഇതാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. കാറ്റും വെള്ളവും എല്ലാം ഈ പ്രകൃതിയിലുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ, അതെല്ലാം മനുഷ്യന് ആവശ്യം തന്നെയാണ്, പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടതുമാണ്. ആ നിലയ്ക്ക് വെള്ളമെന്ന, ജലമെന്ന, നദികളിലും തോടിലും കുളങ്ങളിലുമൊക്കെ നിറഞ്ഞു കിടക്കുന്ന, പുഴയിലൂടെ ഒഴുകി വരുന്ന ഈ വെള്ളം സർവശക്തനായ അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന നിലയ്ക്ക് നാം റബ്ബിലേക്ക് അടുക്കണം. ഇതേ ജലത്തിലൂടെ തന്നെ ശിക്ഷകളും ഇവിടെ നടന്നു. ചരിത്രത്തിൽ നാമൊക്കെ കേട്ടിട്ടില്ലേ ഫിർഔൻ്റെ കഥ? അതുപോലെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു തൂഫാനുണ്ടായി. നൂഹ് നബി അലൈഹി സ്വലാം 950 വർഷമാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സത്യമാർഗത്തിലേക്ക് ജനങ്ങൾ ക്ഷണിച്ചത്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രം വിശ്വസിച്ചത്. അവസാനം വലിയ വെള്ളപ്പൊക്കത്തിൽ ധിക്കരിച്ചവരെ നശിപ്പിച്ച ചരിത്രം പരിശുദ്ധ ഖുർആൻ അത് മുന്നറിയിപ്പായി നമുക്ക് അവതരിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനാണ് ഏറ്റവും വലിയ രക്ഷിതാവെന്ന വീരവാദം മുഴക്കിയ ഫിർഔനും സംഘത്തെയുമൊക്കെ പല പരീക്ഷണങ്ങളും അല്ലാഹു നൽകി. പ്രളയത്തിന് മുമ്പ് തന്നെ അവർക്ക് വരൾച്ച വന്നു, ഉൽപ്പാദനക്കുറവ് വന്നു, ക്ഷാമം വന്നു, വെള്ളപ്പൊക്കം ഉണ്ടായി. അതുപോലെ പേന്, വെട്ടുകിളി, തവള ഇങ്ങനെയുള്ളവരെ കൊണ്ടൊക്കെ പരീക്ഷിച്ചു. വെള്ളത്തിൽ തന്നെ രക്തത്തിൻ്റെ അംശം. ഇതുകൊണ്ടൊന്നും നേർവഴിയിലേക്ക് വന്നില്ല. ഏറ്റവും അവസാനമാണല്ലോ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു രാത്രി പുറപ്പെടാൻ വേണ്ടി കൽപ്പിച്ചത്. അങ്ങനെ ആ യാത്രയിൽ ഫലസ്തീനിലേക്കായിരുന്നു ലക്ഷ്യം. കടൽ തീരത്തെത്തി സമുദ്രം മാറി നിന്നോട്ട് 2 ഭാഗത്തേക്ക് മൂസാ നബി രക്ഷപ്പെട്ടു. ഇതറിഞ്ഞുകൊണ്ട് ധിക്കാരിയായ ഫറോവ അവിടെ എത്തി പിളർന്നു നിൽക്കുന്ന സമുദ്രത്തെയാണ് കണ്ടത്. ആ ധിക്കാരിയെ കടന്നപ്പോൾ 2 ഭാഗത്തും മാറി നിന്ന വെള്ളം വന്ന് മൂടുകയും നാശം സംഭവിക്കുകയും ചെയ്തത് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വെള്ളം മനുഷ്യൻ്റെ അപകടത്തിനും നാശത്തിനും ഉണ്ടാകും. അതേസമയം ജഗന്നിയന്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അനുഗ്രഹമായിക്കൊണ്ടാണ്, റഹ്മത്തായിക്കൊണ്ടാണ് ഈ മഴയെ നൽകുന്നത് എന്ന് ഇപ്പോൾ നമ്മൾ ധാരാളമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അല്ലാത്ത ഘട്ടത്തിലും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലെക്കുറിച്ചൊക്കെ ആലോചിച്ച് ചിന്തിച്ച് വിശ്വാസികളായ നാം ജഗന്നിയന്താവായ അല്ലാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇറക്കുന്ന മഴ, അതിനെ ഭൂമി കുടിച്ച് നിക്ഷേപിക്കുന്നത്, നമുക്കത് സൂക്ഷിക്കാൻ കഴിയാത്തതും ഭൂമിനെ കൊണ്ട് നിക്ഷേപിക്കുന്നതുമൊക്കെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ, ഖുർത്തുബി പോലുള്ള തഫ്സീറുകൾ വളരെ മനോഹരമായി അവതരണങ്ങൾ കാണാം. നമുക്ക് ജഗന്നിയന്താവായ അല്ലാഹുവിലേക്ക് ഈ വെള്ളത്തിൻ്റെ, ജലത്തിൻ്റെ കൂടുതൽ കൂടുതൽ ഉദാരതയും സുതാര്യതയും മനസ്സിലാക്കി പടച്ചവൻ്റെ നിഅമത്തിനെ ആസ്വദിച്ചുകൊണ്ട് നാം കഴിയുന്നവരാണ് എന്ന തിരിച്ചറിവോടെ അല്ലാഹുവിലേക്ക് കൂടുതൽ വണങ്ങാൻ നമ്മുടെ മനസ്സുകൾ പാകപ്പെടുത്താം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.